ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മടവൂർ പാറയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ മടവൂർ പാറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ച് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തുമ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. കുറേ പാറയും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ബാംബു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ ബാംബു ബ്രിഡ്ജിലൂടെ നമ്മൾ ടോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ടോപ്പിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. നമ്മളിപ്പോൾ ടോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മടവൂർ പാറ ഇപ്പോൾ പുരാവസ്തു ഗവേഷണത്തിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറേ ചരിത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. 2 ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ 2 ബെഞ്ചും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുകളിൽ കാറ്റ് കുറവാണ് താഴത്തേയും കാട്ടി. മുകളിലെ വ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ താഴോട്ട് പോകാൻ പോവുകയാണ്. നല്ല മേഘവും സംഭവമൊക്കെ നല്ല രസത്തിൽ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാം കണ്ടിട്ട് നമ്മൾ താഴോട്ട് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് പോകുമ്പോൾ ഒരു നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആൾക്കാരൊക്കെ വൈകിട്ടൊക്കെ വന്നിരിക്കാറുണ്ട്. ഈവനിങ് ടൈം ബെസ്റ്റാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ. മേഘമായാലും എല്ലാം നല്ല വ്യൂ ആണ്. നമ്മളിനി ഒരു ശിവക്ഷേത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാലും ഈ സൂര്യനൊക്കെ നല്ല രസത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ്. താഴോട്ട് പോകുമ്പോൾ ഒരു മനസ്സിലൊക്കെ വന്ന ഫീലാണ്. പിന്നെ പറയാ പാറയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വൈബാണ്. നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കുളം പോലെയൊക്കെ ഉണ്ട്. കുളം ഫുള്ളും അഴുക്കായി കിടക്കുകയാണ്. അവിടെ നിന്ന് ഏരി നമ്മളിനി വീണ്ടും താഴോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ പാറയാണ്. പാറേൻ്റെ മുകളിൽ കൂടെ വേണം നടന്നു പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ കയറ് പിടിച്ച് പോകാം. കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ള മരവും സംഭവങ്ങളൊക്കെയാണ്. ഒറിജിനൽ ഒരു കാട്ടിൽ വന്നൊരു ഫീലാണ്. കയറ് വേണമെങ്കിൽ പിടിച്ചിറങ്ങാം. കയറില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറ് പിടിക്കാം. നടന്ന് വീണ്ടും സാഹസമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. മഴയൊക്കെ നനഞ്ഞ പാറയൊക്കെ നനഞ്ഞ ഇറപ്പുണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങിയാണ്. മെയിൻ റോഡ് എത്താറായി. നമ്മളങ്ങനെ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ നോൺ വെജൊക്കെ കഴിച്ചത് കാരണം നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറുന്നില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ പുരാതനമായിട്ടുള്ള ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ കണ്ടിട്ട് നമ്മൾ പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കുകയാണ്. അടുത്തുള്ള വ്യൂ ഒക്കെ കാണാൻ വേണ്ടി നല്ലൊരു സ്പോട്ടാണ്. എല്ലാവർക്കും വരാൻ പറ്റിയ സ്പോട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ട്രാവൽ വ്ളോഗുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.
എല്ലാവരും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.